പ്രിയമുള്ളവരെ, ഈ യാത്ര മസ്കറ്റിൽ നിന്ന് ഏകദേശം 150 കിലോമീറ്റർ യാത്ര ചെയ്താലെത്തുന്ന ഇംതി എന്ന മനോഹരമായ ഒരു ഗ്രാമത്തിലേക്കാണ്. ഏകദേശം 300 വർഷത്തോളം പഴക്കമുണ്ട് ഈ ഗ്രാമത്തിന്. ഏകദേശം 300 വർഷത്തോളം പഴക്കമുള്ള ഈ ഗ്രാമം 2022 പുനരുദ്ധരിക്കപ്പെട്ടത്. പുതിയ നിർമ്മാണം നടന്നതിന് ശേഷം അതൊരു വാക്ക് വേ ആയിട്ടാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. ഏകദേശം 2 കഫേകളുണ്ട് ഈ വാക്ക് വേയിൽ. ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ കാണാൻ പറ്റുന്ന ഒന്നാണ് ഫലജ് കഫേ. ഫലജ് കഫേയോടുകൂടിയാണ് ഈ വാക്ക് വേ ആരംഭിക്കുന്നത്. നമ്മൾ ഒരുപാട് കഫേകൾ ഒമാനിൽ കണ്ടിട്ടുണ്ടെങ്കിലും ഫലജ് ഒഴുകുന്ന കഫേ ആദ്യമായിട്ടാണ് കാണുന്നത്. ഫലജ് മാത്രമല്ല, അതിനോടനുബന്ധിച്ച് ഒമാനി കലാകാരന്മാർ ഒരുക്കിയിട്ടുള്ള ഒമാനിൻ്റെ സംസ്കാരവും പൈതൃകമൊക്കെ പറയുന്ന ഒരുപാട് പെയിൻറ്റിങ്ങുകൾ നമുക്ക് കാണാൻ പറ്റും. എനിക്ക് തോന്നുന്നത് ഈ ഒരു വാക്ക് വേയിൽ, അതായത് പഴയ കാലഘട്ടത്തുണ്ടായിരുന്ന ഗ്രാമത്തെ പുനരുജ്ജീവിക്കപ്പെട്ടപ്പോൾ അതിലവരേറ്റവും പ്രധാനമായി ചെയ്തത് ഒരുപാട് കലാരൂപങ്ങൾ ചുമരുകളിലും വേലികളിലും വിളക്ക് സ്തംഭങ്ങളിലൊക്കെ തന്നെ സ്ഥാപിച്ചു എന്നുള്ളതാണ്. ഒമാനി സൊസൈറ്റി ഓഫ് ഫൈൻ ആർട്സിൻ്റെ ഭാഗമായിട്ടാണ് ഇത് നിർവഹിച്ചിട്ടുള്ളത്. ഓരോ കലാരൂപങ്ങളും ഓരോ പെയിൻറ്റിങ്ങുകളും പഴയ ഓർമ്മകൾ ഉണർത്തുന്ന ഭാവത്തിൽ പാരമ്പര്യ സാംസ്കാരിക ഉപകരണങ്ങൾ വർണ്ണാഭമായി ചിത്രീകരിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഒമാനിയിൽ പാരമ്പര്യമായി സ്ത്രീ വേഷധാരണങ്ങളിലെ അലങ്കാരങ്ങളോടൊപ്പം ചിത്രീകരിച്ച മരംകല്ലുകൾ വളരെ ശ്രദ്ധേയമാണ്. കലാരൂപങ്ങൾക്ക് പുറമെ നാട്ടുകാർ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ഇവിടെ വിൽക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു ഷോപ്പാണിത്. ഇങ്ങനെ നിരവധി മാറ്റങ്ങളിലൂടെ കടന്നുപോയൊരു ഗ്രാമമാണ് ഇംതി. ഇവിടെയുള്ള പൊടിയുള്ള വഴികളിലൂടെ നടന്നാൽ, പുനരുദ്ധരിച്ച വീടുകളിലൂടെ കടന്നു പോകുമ്പോൾ അത് ഒരു യാത്ര മാത്രമല്ല, മറിച്ച് ഒരു സംസ്കാരത്തെയും ചരിത്രത്തെയും പൈതൃകങ്ങളെയൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇവിടെ കാണപ്പെടുന്ന ആലേഖനം ചെയ്ത വാതിലുകളും മനോഹരമായ ജനലുകളും ഒക്കെ തന്നെ ചരിത്രത്തിൻ്റെ ആഴങ്ങൾ വിളിച്ചോതുന്നുണ്ട്. പുരാതന വിളക്കുകളിൽ നിന്നുള്ള കരിനിഴൽ കാണാവുന്ന മതിലുകൾ, കയറ്റിയിട്ടുള്ള മണ്ണ് അടുക്കളകളും കാണാൻ പറ്റും. ചിലപ്പോൾ ഇവിടുത്തെ മുറികളോ കിടപ്പുമുറികളോ ഭണ്ഡാരമുറികളോ ആയിരുന്നു നമുക്ക് തോന്നും. വമ്പിച്ച വീടുപുറങ്ങളിലുണ്ടായിരുന്ന മജ്ലിസിൻ്റെ പഴയ രൂപം കാണാൻ പറ്റും. ഇതൊക്കെ നമുക്ക് വെളിവാക്കി തരുന്നത് പഴയ കാലത്തുണ്ടായിരുന്ന ആളുകളുടെ ഊർജ്ജസ്വലതയുടെ തെളിവുകളാണ്. അവരിൽ നിന്ന് നമ്മിലേക്ക് കാലത്തെ ബന്ധിപ്പിക്കുകയാണ് ഈ ഒരു ചരിത്രയാത്ര. ഒമാനിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ എവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, പഴയ കാലത്തുള്ള പൈതൃകത്തെ മുറുകെ പിടിക്കുന്നവരാണ്. പൊളിഞ്ഞു വീഴാറായ ഒരുപാട് കെട്ടിടങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അവരൊരിക്കലും അത് പൊളിച്ചു മാറ്റില്ല, മറിച്ച് അതിനെ സംരക്ഷിക്കും. ഒരുപാട് കോട്ടകൾ കാണാൻ പറ്റും. ആ കോട്ടകളൊക്കെ അവരിങ്ങനെ സംരക്ഷിച്ചു കൊണ്ടേയിരിക്കും. കാരണം അത്രമാത്രം പ്രാധാന്യം ഇവർ ഈ പൈതൃകത്തിനും പഴയ കാലത്തുള്ള അവരുടെ കെട്ടിടങ്ങൾക്കൊക്കെ നൽകുന്നു എന്നുള്ളതാണ്. ഇവിടുന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് ആ ഗ്രാമത്തിൻ്റെ കൃഷിയിടങ്ങളൊക്കെ കാണാൻ പറ്റും. ഇപ്പോഴും അവിടെ താമസിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇത് പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന മസ്ജിദാണ്. ഇപ്പോഴും ആളുകൾ അവിടെ നമസ്കരിക്കാറുണ്ട്. നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ആ അന്നത്തെ കാലഘട്ടത്ത് അവർ നമസ്കരിക്കാൻ നിന്നിരുന്ന മിഹ്റാബും വിശുദ്ധ ഖുർആൻ വെക്കാൻ വെച്ചിരുന്ന സ്ഥലങ്ങളൊക്കെ ഇപ്പോഴും അതേപോലെ വളരെ ഭംഗിയായിട്ട് വൃത്തിയോടെ അതിനെ സംരക്ഷിച്ചിട്ടുണ്ട്. ആ പള്ളിയോട് ചേർന്നിരിക്കുന്ന ഭാഗത്ത് മുകളിലേക്ക് കയറിയാൽ ഈ ഗ്രാമത്തിൻ്റെ ഒരു മുഴുവൻ കാഴ്ച നമുക്ക് കാണാൻ പറ്റും. ഈ ഗ്രാമത്തിൻ്റെ വഴിയിലൂടെ നടക്കുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും നമ്മൾ മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒന്നാണ് ബ്ലൂ കഫേ. 2 കഫേകൾ ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞല്ലോ. അതിൽ ഏറ്റവും
മധ്യഭാഗത്താണ് ഈ ബ്ലൂ കഫേ ഉള്ളത്. ബ്ലൂ കഫേ ഒരു കഫേ മാത്രമല്ല, മറിച്ച് അതിൽ അവർ ഈ ഗ്രാമത്തിൻ്റെ ചരിത്രം കൊത്തിവെച്ചിട്ടുണ്ട്, ഒമാനിൻ്റെ ചരിത്രമുണ്ട്. അതേപോലെ തന്നെ മിനിയേച്ചറായിട്ട് ഒരുപാട് കരകൗശല വസ്തുക്കളും അതേപോലെ തന്നെ കലാവസ്തുക്കളൊക്കെ അവർ നിർമ്മിച്ചിട്ടുണ്ട്. അതേപോലെ മിനിസ്ട്രി ഓഫ് ഔക്കാഫിൻ്റെ നേതൃത്വത്തിൽ ഇസ്ലാം എന്താണെന്ന് പരിചയപ്പെടുത്തുന്നൊരു പ്രത്യേക സ്റ്റാള് തന്നെ അവരവിടെ നിർമ്മിച്ചിട്ടുണ്ട്. ഇത് ഈ കഫേയുടെ പുറകുവശമാണ്, അതായത് നമുക്ക് പുറത്തേക്കുള്ള വ്യൂ കാണുന്ന രൂപത്തിൽ സജ്ജീകരിച്ചിട്ടുള്ള ഒരു ഭാഗമാണ്. ഈ ഒരു വ്യൂ ഉണ്ടല്ലോ, അത് പലയിടത്തും നമുക്ക് കാണാൻ പറ്റാത്ത ഒന്നാണ്. അത്രമാത്രം വളരെ മനോഹരമായിട്ടാണ് ഇതിനെ സജ്ജീകരിച്ചിട്ടുള്ളത്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഇരിക്കാൻ പറ്റുന്നത് പോലെ തന്നെ പുറത്തും വളരെ മനോഹരമായിട്ട് നമുക്ക് പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. ബ്ലൂ കഫേൻ്റെ മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്കവിടെ മജ്ലിസ്, പഴയ കാലത്തുള്ള മജ്ലിസ് അവിടെ അതേപോലെ തന്നെ ഉണ്ട്. അവിടെ ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യമുണ്ട്. ഇത് അതിൻ്റെ ബാൽക്കണിയിൽ നിന്ന് ഉള്ള ഒരു കാഴ്ചയാണ്. അതേപോലെ തന്നെ താഴ്ഭാഗത്തേക്ക് വരുമ്പോൾ ചെറിയ ചെറിയ സ്റ്റെപ്പുകളിലൂടെ നമുക്ക് ആ ഒരു ബ്ലൂ കഫേൻ്റെ ഉൾഭാഗം കാണാൻ പറ്റും. ഇപ്പോൾ ബ്ലൂ കഫേയായി പ്രവർത്തിക്കുന്ന ഈ സ്ഥലം ബൈത്ത് അൽ സാരിം എന്നാണ് അറിയപ്പെടുന്നത്. പഴയ കാലഘട്ടത്ത് മുൻഗാമികളുടെ ചരിത്രത്തെ പ്രതിഫലിപ്പിക്കുകയും അതേപോലെ തന്നെ ഈ വാസ്തുശില്പ കൗശലത്തിൻ്റെയും സാംസ്കാരികതയുടെയൊക്കെ തന്നെ ഒരു ഐഡൻറ്റിറ്റി ആയിട്ടാണിത് സൂക്ഷിക്കുന്നത്. ഇത് ഈ ഒരു ബ്ലൂ കഫേയുടെ മുകൾ ഭാഗമാണ്. ഈ വീടിനെക്കുറിച്ച് പറയുമ്പോൾ ഒരുപാട് ചരിത്രം ആ വീടുമായി ബന്ധപ്പെട്ടുണ്ട്. അതായത് ഈ ബ്ലൂ കഫേ നിൽക്കുന്ന സ്ഥലത്തുള്ള ബൈത്ത് സാരിമിനെ കുറിച്ചാണ് പറയുന്നത്. ഒരുപാട് ആ നാട്ടുകാരുടെ മത പഠന കേന്ദ്രവും അതേപോലെ തന്നെ ആ നാട്ടുകാർക്ക് എന്തെങ്കിലും പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള പരിഹാരം കാണുന്നൊക്കെ ഒരു സ്ഥലമായിട്ട് വർത്തിച്ചിരുന്ന സ്ഥലമാണെന്നാണ് ഇതിൻ്റെ ചരിത്രം സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ഒരുപാട് ചരിത്ര സംഭവങ്ങൾക്ക് ഈ വീട് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഒമാനിൻ്റെ പൈതൃകത്തെ സംരക്ഷിക്കാനുള്ള രൂപത്തിൽ അതിനെ അവർ പുതിയ കാലഘട്ടത്തേക്ക് അതിനെ കാത്തുവെച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ വാക്ക് വേ അവസാനിക്കുന്നതിന് മുൻപായിട്ട് തന്നെ നമുക്ക് അവിടെ അവരുടെ കൃഷിയിടങ്ങൾ ഒരുപാട് കാണാൻ പറ്റും. അതേപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള രൂപത്തിൽ ഊഞ്ഞാലും ഒക്കെ തന്നെ അവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇത് പുളിമരമാണ്. ഈ വാക്ക്വേയുടെ അവസാന ഭാഗത്തേക്കാണ് ഇപ്പോൾ കിടക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾ കുറേ മുന്നോട്ട് നടന്നു നോക്കി. വാക്ക്വേ കഴിഞ്ഞു, പക്ഷേ ആ ഗ്രാമം അവസാനിക്കുന്നില്ല. ആ ഫലജ് ഒഴുകുന്നുണ്ട്. ആ ഫലജ് ഒഴുകുന്ന ഭാഗത്തുകൂടി അങ്ങനെ നടന്നു പോയപ്പോൾ ഒരു നാട്ടിൻപുറത്ത് നടന്നു പോകുന്നൊരു പ്രതീതിയായിരുന്നു. കൃഷിയിടങ്ങൾ, അതേപോലെ തന്നെ കുട്ടികൾ വീടുകൾക്ക് മുന്നിൽ കളിക്കുന്നുണ്ട്. എന്തായിരുന്നാലും ഏറ്റവും നല്ലൊരു അനുഭവമായിരുന്നു. ഒമാനിലുള്ള ഒരാളും തന്നെ ഈ സ്ഥലമൊന്നും മിസ്സാക്കരുത്. കാരണം നമ്മൾ കാണേണ്ടത് ഗ്രാമങ്ങളെയാണ്.